അപ്പോൾ ഗായ്സ്, ഞാൻ രണ്ടാമത്തെ പാർട്ടായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇപ്പം കാണാൻ പോകുന്നത് നമ്മുടെ സ്ഥിരമായിട്ട് കാണുന്ന കുഴങ്ങനാണ്. നല്ല രസമായിരുന്നു അവരുടെ ആക്ടിവിറ്റീസൊക്കെ കാണാൻ വേണ്ടി. അവിടെ 3-4 ഉണ്ടായിരുന്നു. ഞാൻ കുറേ എണ്ണത്തിനെയൊക്കെ കണ്ടു. പിന്നെ അവിടെ കുറേ ടൈപ്പ് കിളികളുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾ കിളികളെ എല്ലാം കണ്ടിട്ട് വാ. Lights went down when you feel lost in your shadow. Don't feel alone, don't scream so loud. We are living in this cruel world. Broken but strong, gotta move on. You're not a bakery of life. Equip my soul, find the real gold. I'll fulfill what I started. Went down when you feel lost in your shadow. Don't feel alone, don't scream so loud. We are living in this cruel world. Broken but strong, gotta move on. You're not a bakery of life. Equip my soul, find the real gold. I'll fulfill what I started. കണ്ടുവരുമ്പോഴാണ് ഒരു മരം വീണത് കണ്ടത്. മിക്കവാറും കഴിഞ്ഞ ദിവസത്തെ കാറ്റിന് വീണതായിരിക്കും. അതുകൊണ്ട് ആ വഴി അങ്ങ് ബ്ലോക്കായി. അടുത്തായിട്ട് നമ്മൾ ഹനുമാൻകുരങ്ങൻ്റെ അവിടോട്ടാണ് പോയത്. പക്ഷെ ഞാൻ ഒരെണ്ണത്തിനെയും കണ്ടില്ല. പിന്നെ നമ്മൾ കാണാൻ പോയത് വെള്ളിമൂങ്ങയാണ്. പക്ഷേ വെള്ളിമൂങ്ങ ഇതിനകത്ത് ഒത്തിരി കാണാൻ പറ്റിയില്ല. കാരണം വെള്ളിമൂങ്ങ ആ കൂടിൻ്റെ ഏറ്റവും മേളിലായിരുന്നു ഇരുന്നത്. അതുപോലെ തന്നെ ഈ കമ്പിയൊക്കെ വെച്ചത് കൊണ്ട് തന്നെ നല്ലപോലെ എടുക്കാനും പറ്റിയില്ല വീഡിയോസ്. അത് കഴിഞ്ഞ് നമ്മൾ പരുന്തിനെയും കഴുകനെയും ഒക്കെ കാണാനാണ് പോയത്. ആദ്യം തന്നെ അവിടെ ചെന്നപ്പോൾ നമ്മൾ നല്ല വലിയൊരു കഴുകനെ കണ്ടു. ഈ വീഡിയോയിൽ കാണുന്നതിനേക്കാളും നല്ല വലിപ്പമുള്ളതാണ്. ആ സൈഡിൽ കൃഷ്ണപ്പരുന്ത് ഇരിപ്പുണ്ട്. നിങ്ങൾ കണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണേ. അടുത്തതായിട്ട് നമ്മൾ കണ്ടത് വലിയൊരു പരുന്തായിരുന്നു. ഈ പരുന്തിൻ്റെ പേരെനിക്ക് അറിയത്തില്ല, പക്ഷെ ഞാൻ കണ്ടപ്പോൾ ഭയങ്കര വലുതായിരുന്നു.
പിന്നെ നമ്മൾ അടുത്തത് പോയത് മീൻ മുതലേ കാണാനാണ്. ചീങ്കണ്ടി എന്നും പറയും. അതിൻ്റെ കൂടെ തന്നെ കുറേ ആമയൊക്കെ ഉണ്ടായിരുന്നു. മീൻ മുതലാന്നാണ് ഇതിനെ വിളിക്കുന്നത്. നല്ല രസമായിരുന്നു. അതിൻ്റെ ആ ചുണ്ട് നിങ്ങൾ കണ്ടോ, നീണ്ടായിരിക്കുന്നത്, സാധാരണ മുതലേ പോലല്ല. അത് കഴിഞ്ഞ് നമ്മൾ ഇപ്പുറത്തെ വഴി വന്നപ്പോൾ ഒരു കഴുകനെയും പിന്നെ ആ കൃഷ്ണപ്പരുത്തിനെയും കണ്ടായിരുന്നു. നമുക്കപ്പോൾ അടുത്തടുത്തോട്ട് പോവാം. അടുത്തത് നമ്മൾ കൊക്കെല്ലാം ഉള്ള ഒരു സ്ഥലത്തോട്ടാണ് പോയത്. അവിടെ മൊത്തം ഒരു വെള്ളമയമായിരുന്നു. കാരണം എല്ലാ തരത്തിലുള്ള കൊക്കും അവിടെ ഉണ്ടായിരുന്നു. അങ്ങനെ ഇതെല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ കാണാൻ പോയതാണ് സ്ലോത്ത് ബെയർ, അതായത് തേൻകരടി എന്നും പറയും ഇതിനെ. അപ്പോൾ ഇത് റിമോട്ട് വിട്ട പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുമായിരുന്നു. നല്ല രസമായിരുന്നു ഇതിൻ്റെ ആക്ടിവിറ്റി ഒക്കെ കാണാനായിട്ട്. നേരിട്ട് കണ്ടപ്പോൾ ഭയങ്കര വലുതായിരുന്നു. എനിക്ക് നല്ല പോലെ ഇഷ്ടപ്പെട്ടു. അങ്ങനെ കരടിയൊക്കെ കണ്ടിട്ട് നമ്മൾ നേരെ പോയത് നീർനായയുടെ അടുത്തോട്ടായിരുന്നു. ഒരാളാണെ കരയെ കിടന്ന് കളിക്കുമായിരുന്നു, മറ്റേയാളെ നോക്കിക്കൊണ്ട്. മറ്റേയാളാണെങ്കിലോ വെള്ളത്തിൽ കിടന്ന് ഒരേ കളി. ഇവരുടെ ആക്ടിവിറ്റി ഒക്കെ കാണാൻ നല്ല രസമായിട്ട്. ഇവർ ഭയങ്കര ആക്റ്റീവാണ്. ബോളൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇവർക്ക് കളിക്കാനായിട്ട്. അടുത്ത നമ്മൾ കാണുന്നത് നക്ഷത്രാമയാണ്. നല്ല രസമുണ്ടായിരുന്നു നക്ഷത്രാമ. അതിൻ്റെ അപ്പുറത്തൊക്കെ കുറേ കിളികളും ഉണ്ടായിരുന്നു. ഈ കിളികളെ ഒന്നും നമുക്ക് ശരിക്കും എടുക്കാൻ പറ്റില്ല, കാരണം ഈ നെറ്റ് ഇട്ടുകൊണ്ട് തന്നെ നമുക്ക് ശരിക്കും എടുക്കാൻ പറ്റുന്നില്ലായിരുന്നു. അത് കഴിഞ്ഞിട്ട് നാണം കുണുങ്ങിയായ ഹിമാലയൻ ബിറിയറിനെ നമുക്ക് കിട്ടി കേട്ടോ. അത് ഏറ്റവും മേളിൽ നിൽക്കുന്നതുകൊണ്ട് തന്നെ ഒത്തിരി ഒന്നും കിട്ടിയില്ല. അപ്പം നമുക്ക് അടുത്ത എടുത്തോട്ട് പോവാം. പിന്നെ നമ്മൾ കണ്ട ഹിപ്പോപ്പൊട്ടാമസ് ആണ്. എല്ലാ ഹിപ്പോകളും വെള്ളത്തിൽ തന്നെ കിടക്കുക എപ്പോഴും പോലെ. എന്നിട്ട് നല്ല രസമുണ്ടായിരുന്നു. ചിലവരൊക്കെ ഇങ്ങനെ മേളോട്ട് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുമായിരുന്നു. എന്നിട്ടാണെങ്കിൽ ഒരാളാണ് വാ തുറന്നിരിക്കുമായിരുന്നു. കുറേ നേരമായിട്ട് വാ തുറന്നിരിക്കുക. അത് കഴിഞ്ഞ് നമ്മൾ റൈനോയിനെ കണ്ടു. നല്ല രസമുണ്ടായിരുന്നു റൈനോയെ കാണാൻ. ഞാൻ നേരിട്ട് കണ്ടപ്പോൾ എനിക്ക് നല്ല പോലെ ഇഷ്ടപ്പെട്ടു. അത് കഴിഞ്ഞിട്ടൊരു ഹിപ്പോ ഇങ്ങനെ ഇറങ്ങാൻ വേണ്ടി നിൽക്കുമായിരുന്നു, പക്ഷെ ഇറങ്ങിയില്ല. ഇനിയും കുറേ മാൻകൂട്ടമാണ്. ഇത് മ്ലാവാണ്. അപ്പം നിങ്ങൾ മാനുകളെല്ലാം കണ്ടിട്ട് വാ. കാട്ടികള് നല്ല രസമാണ് ഇവരെയൊക്കെ കാണാൻ. ഇതെല്ലാവരും വിചാരിക്കും ഒട്ടകപ്പക്ഷിയാണ്, പക്ഷെ ഇത് ഒട്ടകപ്പക്ഷിയല്ല. ഒട്ടകപ്പക്ഷിയെ പോലെ തന്നെ ഇരിക്കുന്ന വേറൊരെണ്ണമാണ്. ഇതെന്തുവാന്ന് എനിക്കും അറിയത്തില്ല. ഇതാണ് നമ്മുടെ കൃഷ്ണമാൻ. നല്ല രസമാണ് ഇതുങ്ങളെയൊക്കെ കാണാൻ. അടുത്തതായിട്ട് നമ്മൾ കണ്ടത് ഇതിന് കാട്ടീനെയാണ്. നേരിട്ട് കാണുമ്പോൾ ഭയങ്കര സൈസാണ് ഇതിന്. അടുത്തത് നമ്മുടെ മാനാണ്, പുള്ളിമാൻ. ഒരു ചേട്ടൻ അവിടെ ഇവർക്ക് പുല്ലൊക്കെ കൊടുക്കുമായിരുന്നു. ആദ്യമൊക്കെ ഭയങ്കര പേടിയായിരുന്നു, പിന്നെ ഇവരങ്ങ് കഴിക്കാൻ തുടങ്ങി. ഞാൻ കാണിച്ചു തരാം വിഷ്വൽസ് ഒക്കെ. ഇതിൻ്റെ പുറകെ വരുന്നുണ്ട്. എന്തായാലും നിങ്ങളിത് കാണണ്ടേ. അതിൻ്റെ ഇടയ്ക്ക് ഞാൻ കാട്ടിയുടെ അവിടോട്ടൊന്ന് പോയി നോക്കിയപ്പോഴത്തേക്കും തോണ്ട് എല്ലാവരും കൂടെ വന്നേക്കുന്നു കഴിക്കാനായിട്ട്. നല്ല രസമായി ഇവരൊക്കെ കഴിക്കുന്ന കാണാനായിട്ട്. അത് കഴിഞ്ഞ് നമ്മൾ പുലിയെ കാണാനാണ് വന്നത്. ആൾക്ക് ഭയങ്കര ക്ഷീണമാണെന്ന് തോന്നുന്നു. എപ്പോഴും കിടപ്പായിരുന്നു. നമ്മുടെ അടുത്തോട്ടൊന്നും വന്നില്ല. എനിക്ക് തോന്നുന്നത് ഇത് മെയിൽ പുലിയാണ്, കാരണം വേറൊരു പുലിയും അതിൻ്റെ കുഞ്ഞും അപ്പുറത്ത് കിടപ്പുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് അതിൻ്റെ വിഷ്വൽസ് ഇനിയും കാണാം. അതുകൊണ്ട് അവിടെ കുഞ്ഞവിടെ ഇരിക്കുക. മറ്റേ ആൺപുലിനെ കണ്ടിട്ട് പെൺപുലി അതിൻ്റെ ഇങ്ങനെ നടക്കുക. നല്ല രസമാണ് ഇവരെയൊക്കെ കാണാനായിട്ട്. പിന്നതോ വെള്ളക്കടുവാശൻ അവിടെ അങ്ങ് ഉറക്കവാ. എന്തുവാന്നറിയത്തില്ല, എല്ലാവർക്കും അങ്ങ് ഉറക്കവാ. അത് കഴിഞ്ഞ് നമ്മൾ സിംഹത്തേനെയാണ് കാണാൻ പോയത്. അവിടെ ആൺസിംഹം ഇല്ലായിരുന്നു, പെൺസിംഹം മാത്രമേ ഉള്ളായിരുന്നു. എന്താണെന്നറിയത്തില്ല. പുള്ളിക്കാരി അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുവാണ്.
നല്ല രസമാണ് ഇങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നത് കാണാൻ. നമ്മൾ പിന്നെ കുറേ കൂടൊക്കെ നോക്കി, അവിടെ ഒന്നും കടുവയൊന്നും കണ്ടില്ല. ഞാൻ പിന്നെ ഹൈനയും കണ്ടില്ല, കാരണം എനിക്ക് തോന്നുന്നു മഴയായതുകൊണ്ട് തന്നെ എല്ലാത്തിനും കയറ്റി കാണും. പിന്നെ ലാസ്റ്റായിട്ട് നമ്മൾ അവിടെ കണ്ടത് കടുവേനെയാണ്. ഒരു കടുവയുള്ളത് നോർമൽ കടുവയായിരുന്നു. പിന്നെ നമ്മൾ കണ്ടത് കുറുനരിയാണ്. രണ്ടുപേരും എങ്ങോട്ടോ ശ്രദ്ധിച്ച് നോക്കിയിരിക്കുക, എന്തുവാണോ എന്തോ. അത് കഴിഞ്ഞ് നമ്മൾ കാളാമാനെന്നെങ്ങാണ്ട് പറയുന്നൊരു വലിയ സൈസ് മാനെ കാണാനാണ് പോയത്. അവർ എങ്ങോട്ടൊക്കെയോ നോക്കിയിരിക്കുമായിരുന്നു. അതിൻ്റെ തൊട്ടപ്പുറത്ത് തന്നെ വേറെ ഒരു മാൻ സ്പീഷ്യസ് ഉണ്ട്. ഇതിൻ്റെയൊക്കെ പേര് പറയാനാണെങ്കിൽ കുറേ ഉണ്ട്, അതുകൊണ്ടാണ് ഞാൻ ഓരോത്തിൻ്റെയും പേര് ഇങ്ങനെ പറയാതിരിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് നമ്മൾ മക്കാവോയിനെ കണ്ടു. ഇനി ആ ഒരു സ്ഥലത്ത് കുറച്ച് ബേർഡ്സ് ഉണ്ട്, നിങ്ങൾ അതിനെ കണ്ടിട്ട് വാ. അത് കഴിഞ്ഞ് നമ്മൾ മുള്ളമ്പന്നിയെ കാണാൻ പോയി. അവരൊരു ഗ്ലാസ് ഇതിനകത്താണ് മുള്ളമ്പന്നി ഇട്ടിരിക്കുന്നത്. പക്ഷേ ഗ്ലാസ് ഒത്തിരി വൃത്തിയായിട്ടല്ലായിരുന്നു ഇരിക്കുന്നത്, അതുകൊണ്ട് തന്നെ നമുക്ക് നല്ലപോലെ അതിൻ്റെ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല. അതിനകത്ത് കുറേ കുഞ്ഞ് മുള്ളമ്പന്നിയും പിന്നെ ഈ മുള്ളൊന്നും ഇല്ലാത്ത മുള്ളമ്പന്നിയും ഉണ്ടായിരുന്നു. പിന്നെ നമ്മൾ കണ്ടത് കണ്ണാടി മുതലയാണ്. ചെറിയ മുതലയാണ്, 2 എണ്ണം ഉണ്ട്. രണ്ടും സ്റ്റാച്ചു പോലെ ഇങ്ങനെ ഇരിക്കുമായിരുന്നു. നല്ല രസമാണ് അതിനെ കാണാൻ, ക്യൂട്ടാ അത്. പിന്നെ നമ്മൾ കണ്ടത് ലോകത്തിലെ ഏറ്റവും വലിയ പക്ഷിയായ ഓസ്ട്രിച്ചിനെയാണ്. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഉരകങ്ങളെയൊക്കെ കാണാൻ പോയായിരുന്നു. അതിൻ്റെ ഇടയ്ക്ക് കീരി എന്നും പറഞ്ഞുകൊണ്ടൊരു ചെറിയ മുറി ഉണ്ടായിരുന്നു, പക്ഷെ അതിനകത്ത് ഞാൻ ഒന്നും കണ്ടില്ല. പിന്നെ ഉരകങ്ങളെ കാണിക്കാൻ പറ്റത്തില്ല, അതുകൊണ്ട് നമ്മുടെ വീഡിയോ. അപ്പം നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇനിയും ഇങ്ങനത്തെ വീഡിയോകൾക്ക് വേണ്ടി നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം നമുക്ക് വേറൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ.